നിങ്ങൾക്കും എന്നെ പോലെ തന്നെ ഒരു അത്ലറ്റിക് ഫിസിക് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ ഡയറ്റീഷ്യനെ കാശ് കൊടുത്ത് ഹയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് നല്ല കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഡയറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ ബേസിക് നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കാലറീസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എങ്ങനെയാണ്, മെയിൻ്റെനൻസ് കാലറീസ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം വീഡിയോ വളരെ ലെങ്തി ആയിപ്പോൾ. ഓൾറെഡി എൻ്റെ പേജിൽ ഞാൻ ട്രാൻസ്ഫോർമേഷൻ സീരീസ് തുടങ്ങിയ ശേഷം അതൊക്കെ ഷെയർ ചെയ്താണ്. നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ വാച്ച് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് പറയുന്ന സ്റ്റെപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡയറ്റ് കസ്റ്റമൈസ് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് വേണ്ട ഫുഡ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട ഫുഡ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സിലൊക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പ്രോട്ടീനിൽ ചിക്കൻ, ഫിഷ്, എഗ്സ്, പനീർ ഇങ്ങനെയൊക്കെ. കാർബോഹൈഡ്രേറ്റിലാണെങ്കിൽ റൈസ്, ഓട്സ്, ബ്രെഡ്, ചപ്പാത്തി ഇങ്ങനെ. ഫാറ്റ്സിലാണെങ്കിൽ എഗ് യോക്ക്, പീനട്ട് ബട്ടർ, കോക്കനട്ട് ഓയിലൊക്കെ. എന്നിട്ട് ഈ ഓരോ ഫുഡ്സിന് ന്യൂട്രീഷണൽ വാല്യൂ ഗൂഗിളോ അല്ലെങ്കിൽ ഹെൽത്തിഫൈ മീ പോലെയുള്ള ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാം. കാലറീസ് എത്രയാണ്, ചിക്കൻ 100 ഗ്രാംസിൽ 165 കാലറി, 30 ഗ്രാം പ്രോട്ടീൻ, അങ്ങനെ ലിസ്റ്റ് ചെയ്യാം ഓരോ ഫുഡിൻ്റെ. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഒരു ദിവസം എത്രയാണ് കാലറീസ് വേണ്ടത്, അതിന് നിങ്ങൾക്ക് പ്രോട്ടീൻ, ഫാറ്റ്സ്, കാർബ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എത്ര പെർസെൻറ്റേജ് ആണ് വേണ്ടത്. എന്നിട്ട് ഫൈബർ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആണ്, അത് കാലറീസിൽ വരില്ല, എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ആണ് 20 to 30 ഗ്രാം. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മീൽസ് ആണ് വേണ്ടതെന്ന് പ്ലാൻ ചെയ്യുക. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ്, ഡിന്നറും പിന്നെ കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും പ്രീ വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട് ആയിട്ട് അതിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലും സ്നാക്സിലായിട്ട് 400 കാലറീസും, ലഞ്ചിലും ലഞ്ചിൽ 500 കാലറീസും, ഡിന്നറിൽ 300 കാലറീസ്, എക്സ്ട്രാ ഒരു 200 കാലറി, ടോട്ടൽ 1800 കാലറി. എന്നിട്ട് ഇതിൽ ഓരോ മീൽസിലും 30 ഗ്രാം പ്രോട്ടീൻ എങ്കിലും മിനിമം ഹിറ്റ് ചെയ്യാനാണ് ഗോൾ. ഇനി ഇതിനെങ്ങനെ പ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എത്ര കാലറീസ്, 400 കാലറീസ്, 30 ഗ്രാം പ്രോട്ടീൻ. അപ്പോൾ ഈ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഫുഡിൽ ഫസ്റ്റ് പ്രോട്ടീൻ ഫുഡ് ആഡ് ചെയ്യാം, അതിനുശേഷം കാർബ്സ്, പിന്നെ അങ്ങനെ. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബഡ്ജറ്റിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഫുഡിനെ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ മീലായിട്ടും ലഞ്ച്, സ്നാക്സ്, ഡിന്നറായിട്ട് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വെച്ചിട്ട് നിങ്ങളുടെ കാലറി ഗോൾസിനനുസരിച്ച് ഡയറ്റ് സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത്രയൊക്കെ കാൽക്കുലേഷൻ ചെയ്യാനും ട്രാക്കിങ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ എങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാമെന്ന് നാളത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഡേ 23 സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. സീ യു ടുമോറോ. വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്ത് വെച്ചോളൂ. ബൈ.